വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ ചികിത്സ മാത്രമല്ല രോഗപ്രതിരോധവും രോഗനിർമ്മാർജ്ജനവും ആരോഗ്യത്തോടെയുള്ള ജീവിതവുമാണ് പ്രധാനമെന്ന ആരോഗ്യ കുടുംബക്ഷേമ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. വടക്കഞ്ചേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച ലബോറട്ടറി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചികിത്സ ആവശ്യമുള്ളവർക്ക് ഗുണപരമായ ചികിത്സ ഒരുക്കുകയും രോഗപ്രതിരോധം, രോഗനിർമ്മാർജ്ജനം എന്നിവ സാധ്യമാക്കി സമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു. തരൂർ മണ്ഡലത്തിന്റെ പല പഞ്ചായത്തുകൾ 8 പഞ്ചായത്തുകളാണ് ഈ ബ്ലോക്കിൽ വരുന്നത്. ഒരു ആരോഗ്യ കേന്ദ്രത്തിന് വളരെ ദൂരെ ആയിട്ടാണ് ആളുകൾ ഒരു വാർഡ് ഉള്ളതെങ്കിൽ ആ വാർഡിലെ ജനങ്ങൾക്കും ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. പഴയ സബ് സെന്ററുകൾ, പൂട്ടിക്കിടന്ന സബ് സെന്ററുകൾ, അത് നമുക്ക് ആ കാലം ഓർമ്മയുണ്ടാകും. അവിടെ നമ്മൾ MLSP, JPHN, ആശാ ഇവരുടെ പ്രവർത്തനം ഉറപ്പാക്കിക്കൊണ്ടാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സാധ്യമാക്കിയത്. 5409 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ ആരംഭിച്ചത്. ഇത് കൂടാതെ ഇനി നടക്കാനിരിക്കുന്ന ചില പദ്ധതികൾ കൂടിയുണ്ട്. MLA തന്നെ വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കെട്ടിട വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള അത് പ്ലാൻ ഫണ്ടാണ്. അത് നമ്മൾ അടുത്തൊരു ഘട്ടമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ DPR ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് 37.5 ലക്ഷം രൂപയാണ് അതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. പരിപാടിയിൽ PP സുമോദ് MLA അധ്യക്ഷനായി. K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പോൾസൺ, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, വൈസ് പ്രസിഡന്റ് KC ബിനു, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TV റോഷ്, LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഭിലാഷ് കൃഷ്ണൻ, രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.